M4Mechന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെയ്ത്ത് ബെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏതുതരം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്? അതിൻ്റെ ഉത്തരം കാസ്റ്റ് അയൺ കൊണ്ടാണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 3 ജോ ചക്കിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിനുത്തരം ബോഡിയുടെ ഡയാമീറ്റർ. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 മില്ലിമീറ്റർ പിച്ചുള്ള ഒരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡിൻ്റെ ലീഡ് എത്ര മില്ലിമീറ്റർ ആണ്? അതിൻ്റെ ഉത്തരം 6 മില്ലിമീറ്റർ ആണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾഡറിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സോൾഡറിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടിന്നും ലെഡുമാണ് ഉള്ളത്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉയർന്ന ടെൻസൈൽ ബലമുള്ള വസ്തുക്കൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രൈൻഡിങ് വീൽ ഏതാണ്? അതായത് ഉയർന്ന ടെൻസൈൽ ബലം ഉള്ളതുകൊണ്ട് അത് നമ്മൾ തന്നെ അലുമിനിയം ഓക്സൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. ഒരു സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ ലൈഫിനെ സ്വാധീനിക്കുന്നത് ഏത് ഘടകമാണ്? അതിൻ്റെ ഉത്തരം കട്ടിംഗ് സ്പീഡാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ടൈൽ സ്റ്റോക്ക് സ്പിൻഡിലിൻ്റെ അകത്ത് ഏതുതരം ടാപ്പർ ആണ് ഉള്ളത്? അതിൻ്റെ ഉത്തരം മോസ് ടാപ്പർ. സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ടംബ്ലർ ഗിയർ മെക്കാനിസത്തിൽ ആകെയുള്ള ഗിയറുകളുടെ എണ്ണം എത്ര? അതിൻ്റെ ഉത്തരം 3. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റീരിയലുകൾക്ക് വേഗത്തിൽ ലഭിക്കുന്ന ലോഡ് പ്രതിരോധിക്കാനുള്ള കഴിവിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതിനുത്തരം ടഫ്നെസ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെലൈറ്റ് ടൂളുകൾ താഴെ പറയുന്ന ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? അതിൻ്റെ ഉത്തരം നോൺ ഫെറസ്. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ലെയ്ത്ത് ആക്സിലിന് മുകളിൽ കട്ടിംഗ് ടൂൾ സെറ്റ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റാക്ക് ആംഗിളിന് എന്തു സംഭവിക്കുന്നു? അതിനുത്തരം കൂടുന്നു. ബി ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ ഇതാണ്, വർക്കുകളെ ഹോൾഡ് ചെയ്യുകയും ലൊക്കേറ്റ് ചെയ്യുകയും ടൂളുകളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അതിൻ്റെ ഉത്തരം ഏതാണ്? ജിഗാണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഫയലുകൾ നിർമ്മിച്ചിരിക്കുന്നത്? ഫയലുകൾ ഏത് മെറ്റീരിയൽ നിർമ്മിച്ചിരിക്കുന്നത്? ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു മൈക്രോണിൽ എത്ര മില്ലിമീറ്റർ ആവുന്നു? ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 0.001 മില്ലിമീറ്റർ ആണ് 1 മൈക്രോൺ എന്ന് പറയുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, റൗണ്ട് വർക്കുകളുടെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കാലിപ്പർ ഏതാണ്? അതിൻ്റെ ഉത്തരം ജെന്നി കാലിപ്പർ. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ചിസലിൻ്റെ ക്ലിയറൻസ് ആംഗിൾ വളരെ കൂടിയാൽ റാക്ക് ആംഗിളിന് എന്തു സംഭവിക്കും? റാക്ക് ആംഗിളിന് സംഭവിക്കും? കുറയുന്നു. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു ഡ്രിൽ ബിറ്റിൻ്റെ പോയിൻ്റ് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഡ്രിൽ ബിറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള പോയിൻ്റ് ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 118 ഡിഗ്രിയാണ്. സോ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, HSS ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് അലുമിനിയം ഡ്രിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കട്ടിംഗ് സ്പീഡ് എത്ര? അതിൻ്റെ ഉത്തരം 70 മുതൽ 100 മീറ്റർ പെർ മിനിറ്റ് ആണ്. എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു മെട്രിക് വെർനിയർ കാലിബറിൻ്റെ അക്യുറസി താഴെ പറയുന്നവയിൽ ഏതാണ്? വെർനിയർ കാലിബറിൻ്റെ എത്ര വെച്ചാൽ 0.02 മില്ലിമീറ്റർ ആണ്. എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, SS ഡ്രിൽ ബിറ്റുകൾ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്ത്? അതായത് ഡ്രിൽ ബിറ്റുകൾ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്താണ്? ഡ്രിൽ ചക്കാണ്. സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 1 ഇഞ്ച് എന്നാൽ എത്ര മില്ലിമീറ്റർ ആവുന്നു? അതിൻ്റെ ഉത്തരം 25.4 മില്ലിമീറ്റർ. സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ത്രെഡ് കട്ടിങ്ങിന് മുമ്പായി ഷാഫ്റ്റിൽ രൂപപ്പെടുന്ന ഡയാമീറ്റർ എത്ര? അതിൻ്റെ ഉത്തരം മേജർ ഡയാമീറ്റർ ആയിരിക്കും. സി ആണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം, ഒരു ട്വിസ്റ്റ് ഡ്രില്ലിൽ ചിപ്സ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൻ്റെ പേര്. അതിൻ്റെ ഉത്തരം ഫ്ലൂട്ട് എന്നാണ് പറയുന്നതിന്. ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അലുമിനിയം ടേൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കൂളൻ ഏതാണ്? അലുമിനിയം ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? കെറോസിനാണ് യൂസ് ചെയ്യുന്നത്. മണ്ണെണ്ണയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതുതരം ഫയൽ ഉപയോഗിച്ചാണ് കൂടുതൽ സർഫസ് ഫിനിഷ് രൂപപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ സർഫസ് ഫിനിഷ് ഏതിലാണ് കിട്ടുന്നത് വെച്ചാൽ ഡെഡ് സ്മൂത്ത് ഫയൽ കൊണ്ട് ഫയൽ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. സോ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും മിശ്രിതം? അതിൻ്റെ ഉത്തരം ബ്രാസ് ആണ്. ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ടൂൾ പോസ്റ്റ് പിടിപ്പിച്ചിരിക്കുന്നത് ലെയ്ത്തിൻ്റെ ഏത് ഭാഗത്താണ് ടൂൾ പോസ്റ്റ് പിടിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് റെസ്റ്റിനകത്താണ് ടൂൾ പോസ്റ്റ് പിടിച്ചിരിക്കുന്നത്. സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കട്ടിംഗ് ടൂളിൽ ഉരസൽ ഒഴിവാക്കുന്നതിന് വേണ്ടി രൂപപ്പെടുന്ന ആംഗിൾ ഏതാണ്? ഉരസൽ ക്ലിയറൻസ് ആംഗിളാണ് അത് ചെയ്യുന്നത്. സോ സി ആണ് ശരിയായ ഉത്തരം, ക്ലിയറൻസ് ആംഗിൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആംഗിൾ മെഷർമെൻറ്റുകൾ എടുക്കുന്നത് ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്? ആംഗിൾ മെഷർമെൻറ്റ് ഏത് ഡിവൈസ് ഉപയോഗിച്ച് എടുക്കുന്നത് ചോദിച്ചാൽ ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 90 ഡിഗ്രി ആംഗിളിൽ കൂടുതലായ ആംഗിളിനെ വിളിക്കുന്ന പേര്. അതായത് 90 ഡിഗ്രി ആംഗിൾ നമ്മൾ എപ്പോഴും എന്താ വിളിക്കുന്നത്? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് 90 ഡിഗ്രി കൂടുതൽ, അതായത് 90 ഈ 100 അതിന് മേലേക്ക് വരുന്ന ആംഗിൾ നമ്മൾ എന്താ പറയും? ഒപ്റ്റസ് ആംഗിൾ എന്നാണ് പറയുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. സപ്പോസ് ക്വസ്റ്റ്യനിൽ 90-ൽ താഴെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അതിനെ അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, സാധാരണ ടെമ്പറേച്ചറിൽ ഒരു മെറ്റൽ പ്രോസസ് ചെയ്യുന്ന ഹാർഡ്നെസ്സിൻ്റെ പേര്. അതിൻ്റെ ഉത്തരം കോൾ ഹാർഡ്നെസ് എന്നാണ്. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, റൗണ്ട് വർക്കുകൾ ഹോൾഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വൈസിൻ്റെ പേര്. അതിൻ്റെ ഉത്തരം പൈപ്പ് വൈസാണ്. ബി ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ഏതുതരം ടാപ്പർ ടേൺ ചെയ്യുമ്പോഴാണ് ലെയ്ത്ത് ആക്സിസ് വ്യത്യാസപ്പെടുന്നത്? അതിൻ്റെ ഉത്തരം ഓഫ്സെറ്റിംഗ് ടൈൽ സ്റ്റോക്ക് രീതി. ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു ഡ്രിൽ ചെയ്ത ഹോളിനെ വലുതാക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏത്? അതിൻ്റെ ഉത്തരം ബോറിംഗ് എന്നാണ് പറയുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് താഴെ പറയുന്നതിൽ ഏത് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്? താഴെ പറയുന്നതിൽ ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യാൻ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ വേഗത്തിൽ ടൂൾ ലൈഫ് നഷ്ടപ്പെടുന്ന കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഏതാണ്? പെട്ടെന്ന് ടൂൾ ലൈഫ് നഷ്ടപ്പെടുന്ന കട്ടിംഗ് ടൂൾ ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണെന്ന് വെച്ചാൽ ഹൈ കാർബൺ സ്റ്റീലാണ്. ബി ആണ് ശരിയായ ഉത്തരം. റാച്ചറ്റ് സ്റ്റോപ്പ് എന്നുള്ളത് താഴെ പറയുന്നവയിൽ ഏത് ഉപകരണത്തിൻ്റെ ഭാഗമാണ്? അതിനുത്തരം മൈക്രോമീറ്റർ. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നീളം കൂടിയ വർക്കുകൾ ടേൺ ചെയ്യുമ്പോൾ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫിക്സഡ് സ്റ്റഡി ഹോൾഡ് താഴെ പറയുന്ന ലെയ്ത്തിൻ്റെ ഏത് ഭാഗത്താണ്? ഈ ഫിക്സഡ് സ്റ്റഡി ഹോൾഡ് താഴെ പറയുന്ന ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ ബെഡിനകത്താണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബി ആണ് ശരിയായ ഉത്തരം.